ഹായ് ഓൾ, എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് കുരുമുളക് ഇട്ട് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ്. സാധാരണയായിട്ട് നമ്മൾ കുരുമുളകൊക്കെ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിനുള്ളിൽ പ്രാണികളൊക്കെ വന്നിട്ട് പൊടിയായിട്ട് പോവാറുണ്ട്. അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ടിപ്പ്. അപ്പോൾ ഞാനിതാ ഈ ഒരു ബോട്ടിലിനുള്ളിലേക്ക് 2 വറ്റൽമുളകാണ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിനുള്ളിലുള്ള ആ ഒരു അരി കൂടി അതിനുള്ളിലേക്ക് ആവുന്ന വിധത്തിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ 2 തൊലി കട്ട് ചെയ്തുള്ള തൊലി ഉണ്ടല്ലോ, അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കുരുമുളക് ആയതുകൊണ്ടാണ് 2 യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഒരുപാടുണ്ടെങ്കിൽ അതിൻ്റെ അളവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണ നിങ്ങൾക്ക് കൂട്ടുകയും കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വറ്റൽ മുളകിൻ്റെ ഉള്ളിലുള്ള ആ ഒരു തരി ഉണ്ടല്ലോ, അതെല്ലാ വശത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത്തെ ടിപ്പിലോട്ട് പോവാം. ചിരവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിരവയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പല്ലിൻ്റെ മൂർച്ചയൊക്കെ പോവാറുണ്ട്. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. തേങ്ങയൊക്കെ ചിരകി എടുക്കാനായിട്ട് നല്ല പാടാണ് അങ്ങനെ ആവുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ് ഞാൻ കാണിക്കുന്നത്. ചിരവയുടെ പല്ലിൻ്റെ മൂർച്ച പോയാൽ ഒരു ഇച്ചിരി തേങ്ങ ചിരകി എടുക്കണമെങ്കിൽ തന്നെ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും. അതല്ലെങ്കിൽ ആ പല്ല് മാറ്റേണ്ടി വരും. എന്നാൽ ഒട്ടും ക്യാഷ് ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇടികളിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ചിരവയുടെ പല്ല് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. ഈ ചിരവയുടെ പല്ലിൻ്റെ എല്ലാ ഭാഗവും ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് നന്നായിട്ട് മൂർച്ച കൂടി കിട്ടും കേട്ടോ. വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണിത്. ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിത് എല്ലാ വശവും ആ ഒരു ഇടിക്കല്ല് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു പല്ലിൻ്റെ ഭാഗം നല്ലപോലെ ഗ്ലേസിങ് ആയി കിട്ടിയിട്ടുണ്ട്, മൂർച്ച കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മൂർച്ച കുറഞ്ഞിട്ടുള്ള ചിരവയൊക്കെ ഉണ്ടെങ്കിൽ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് സോപ്പ് കവറാണ് കേട്ടോ. നമ്മളിതുപോലെ സോപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ കവറൊക്കെ വലിച്ചെറിയാറാണ് പതിവ്. എന്നാൽ ഇതുപോലെയുള്ള സോപ്പ് കവർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പ് തന്നെയുണ്ട്. അപ്പോൾ ഞാനിതാ ഈ കവറിൽ നിന്ന് സോപ്പൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു കവറിൻ്റെ ഉള്ളിലായിട്ട് ഒരു വൈറ്റ് പോർഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ആ ഒരു പോർഷൻ നമുക്കൊന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഇതാട്ടോ ഞാനത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് പോർഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് തന്നെ സോപ്പിൻ്റെ നല്ല സ്മെല്ലുണ്ടാവും. സോപ്പിനെ പോലെ തന്നെ നല്ല സ്മെല്ലുണ്ടാകുന്നൊരു ഇതാണ് ഈ ഒരു ഭാഗം. ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുക്കി വെച്ചിട്ടുള്ള ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാലും നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന സമയത്തുള്ള ആ ഒരു പൂപ്പലിൻ ആയിട്ടുള്ളൊരു സ്മെല്ലുണ്ടാവുമല്ലോ, ആ ഒരു സ്മെല്ലില്ലാതെ നല്ല സ്മെല്ലായിട്ട് തന്നെ നമുക്ക് ഡ്രസ്സ് കിട്ടും. അപ്പോൾ ഞാനിതാ 2 പീസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഈ ഒരു ഷെൽഫിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു കിടിലൻ ക്ലീനിങ് ടിപ്പാണ് അവസാനത്തെ ടിപ്പ്. അപ്പോൾ ഞാനിതൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും, ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയല്ല, നന്നായിട്ട് വാടി ആയിട്ടുള്ളൊരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് അതിലെ തൊണ്ടോട് കൂടി തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ്. നാരങ്ങ വെച്ചിട്ട് ഡിഷ് വാഷൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയൊന്നും നമുക്ക് വേണമെന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള നാരങ്ങ ഉണ്ടെങ്കിൽ ഇനിയൊക്കെ കളയാതിരിക്കുക. അപ്പോൾ ഞാനിതാ ആ നാരങ്ങയുടെ തൊണ്ട് മുഴുവനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർക്കേണ്ടതുണ്ട് കേട്ടോ. എല്ലാം നല്ല റിസൾട്ടുള്ള ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ കറിക്കൊക്കെ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അതാണ്. ഇനി ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പാണ്. 1 ടേബിൾ സ്പൂൺ പൊടിയുപ്പാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ.
പിന്നീട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ വെള്ളമാണ്. 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും മതി എനിക്ക്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് വീട്ടിലെ ഒരുപാട് ഏരിയകൾ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിന് ശേഷം ഞാനിത് ആ നാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ നല്ല പോലെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് അമുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നാരങ്ങയിലുള്ള സത്ത് മുഴുവൻ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും തൊലി മാത്രമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തൊണ്ട് അതിൽ നിന്ന് നമുക്ക് മാറ്റാം. അപ്പോൾ ഞാനിതാ തൊലി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ തൊലിയിലുണ്ടായിരുന്ന ആ ഒരു നാരങ്ങയുടെ സത്ത് മുഴുവനായിട്ട് ആ വെള്ളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ തൊലി നമുക്ക് കളയാം കേട്ടോ. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എക്സോ ബാർ ആണ് കേട്ടോ. അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ വശമൊക്കെ ഒന്നിങ്ങോട്ട് മെൽറ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 സൈഡ് നല്ലപോലെ ചിരണ്ടിയതിന് ശേഷം അത്യാവശ്യം ഞാനിതിലേക്ക് ആ ഒരു സോപ്പിൻ്റെ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോപ്പൊക്കെ മിക്സായി വരുന്ന സമയത്ത് തന്നെ ആ ഒരു ലിക്വിഡിൻ്റെ കളറ് ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. നന്നായിട്ട് പതഞ്ഞും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഉപ്പാവട്ടെ അതല്ലെങ്കിൽ നാരങ്ങ ആവട്ടെ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ആവട്ടെ ഇതെല്ലാം നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. നമ്മുടെ പാത്രത്തിലൊക്കെ കറ പിടിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ തുരുമ്പിൻ്റെ അംശം പോലെയൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി വെച്ചിട്ട് നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് നല്ല പോലെ നമുക്കത് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിനുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഇനി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ ആദ്യം ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് കുറച്ച് പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു ലിക്വിഡിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്പഞ്ച് ഒന്ന് ഡിപ്പ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് എനിക്ക് പതഞ്ഞ് കിട്ടുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മൾ സോപ്പൊക്കെ വെച്ച് പാത്രം കഴുകുന്ന സമയത്ത് ഇടയിൽ നമ്മൾ സോപ്പിൽ ഒഴിച്ചെടുത്തിട്ട് വേണം പാത്രം കഴുകാനായിട്ട്. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് മിസ്സായി പോവും. എന്നാൽ ഇതുപോലെയുള്ള ലിക്വിഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പാത്രം കഴുകുന്നത് വെച്ചാൽ ഒറ്റ തവണ ഡിപ്പ് ചെയ്താൽ തന്നെ ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഒറ്റ തവണ മാത്രം ഡിപ്പ് ചെയ്തിട്ടാണ് ഈ പാത്രങ്ങളെല്ലാം ഞാൻ ഇതുപോലെ ഉരച്ചെടുത്തിട്ടുള്ളത്. നല്ല പതയുണ്ട്, അതുപോലെ തന്നെ ആ നാരങ്ങയുടെ സ്മെല്ലും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോൺ വെജൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ കിച്ചണിലൊക്കെ ആ ഒരു സ്മെല്ല് ഉണ്ടാവാറുണ്ട്. പാത്രങ്ങളായാലും എത്ര കഴുകി കഴിഞ്ഞാലും നോൺ വെജിൻ്റെ സ്മെല്ല് ഉണ്ടാവലുണ്ട്. എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മളത് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലൊന്നും ഇല്ലാതെ നാരങ്ങയുടെ സ്മെല്ലായിട്ട് പാത്രം നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു ക്ലീനിങ് ടിപ്പാണ്. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എല്ലാ പാത്രവും അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. പാത്രത്തിൽ ഉള്ളിലുള്ള കറയായാലും ആ ഒരു സ്മെല്ലായാലൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പാത്രങ്ങളൊക്കെ കഴുകാനുള്ള സമയത്ത് ഇതുപോലെ ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രങ്ങൾ കഴുകി തീരും. ഇനി ഞാൻ സിങ്ക് ഒന്ന് അടിച്ചെടുക്കാൻ കേട്ടോ. ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ സിങ്ക് ആയാലും പെട്ടെന്ന് നമുക്ക് ക്ലീനായിട്ട് കിട്ടും. ആ സിങ്ക് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. നല്ല പോലെ എനിക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പാണ്. ഏറ്റവും കൂടുതൽ വൃത്തികേടാവുന്നൊരു ഭാഗം തന്നെയാണ് കേട്ടോ. ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് ആ പ്ലേറ്റും ഇതൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ആ ഒരു ലിക്വിഡിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം സ്പഞ്ച് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാസ് സ്റ്റൗവിൽ ഉണ്ടാകുന്ന എണ്ണമയായാലും അഴുക്കായാലും കറിയായാലും ഒക്കെ പെട്ടെന്ന് നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ എല്ലാ വശവും ഈ ഒരു സ്പഞ്ച് വെച്ചിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഒരു കോട്ടൺ തുണി നനച്ച് കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. വീണ്ടും ഞാനതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം 1-2 തവണ ഇതേപോലെ തന്നെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പിലുണ്ടാകുന്ന സോപ്പിൻ്റെ അംശമൊക്കെ നമുക്ക് പോന്ന് കിട്ടും. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സ്റ്റൗ നല്ല പോലെ എനിക്ക് ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പുതുപുത്തനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്ന ഈ ഒരു പ്ലേറ്റാണ്. അത് ഞാനിതാ ആ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഇതാ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന കറയൊക്കെ എനിക്ക് നല്ല പോലെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വശത്തൊക്കെ നല്ല പോലെ കറയുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല പോലെ തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ സ്റ്റൗവൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് നാളായിട്ട് അഴുക്കൊക്കെ പിടിച്ചിട്ടുള്ള ഗ്യാസ് സ്റ്റൗ ആയാലും
ഉപയോഗത്തിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു ക്ലീനിങ് ടിപ്പാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഈ ഒരു ഗ്യാസ് സ്റ്റൗവിനെ പോലെ തന്നെ വൃത്തികേടാവുന്ന ഒരു ഭാഗമാണ് ഗ്യാസ് സ്റ്റൗ വെച്ചതിൻ്റെ പിറകുവശം. നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് എണ്ണയൊക്കെ തെറിച്ചു ഓയിലും അതുപോലെ തന്നെ കരിയൊക്കെ പിടിക്കുന്നൊരു ഭാഗമാണല്ലേ, ആ ഒരു ഭാഗവും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ആ സ്പഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഞാനിതുപോലെ ഒന്ന് ഒറ്റ തവണ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഒത്തിരി തവണ നമ്മൾ അടിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഒരു തവണ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പഞ്ച് വെച്ചിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഉണങ്ങിയ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വശം ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു 2 വശവും കൂടി ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ ലിക്വിഡ് വെച്ചിട്ട് നമ്മുടെ ഊൺ മേശ അതല്ലെങ്കിൽ ബാത്റൂം കൗണ്ടർ ടോപ്പ് എല്ലാം ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലീനിങ് ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ചെറിയവർക്കും വലിയവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നൊരു ക്ലീനിങ് ടിപ്പാണ്. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.